ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ കുട്ടികൾ നല്ല സ്വഭാവം പഠിക്കുകയും അവർ ചീത്ത മാർഗത്തിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ വളർന്നു വരുവാനും സാഹചര്യം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഇതിൻ്റെ മഹാത്മ്യം. കാരണം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പഠിച്ച ഒരു കുട്ടികളും ദൈവഭയത്തോടെ നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങളോട് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, ആത്മീയ തലങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ ഭൗതികമായി ഉയരണമെങ്കിൽ. ആത്മീയ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നാലേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. കാരണം ആത്മീയ തലങ്ങളിൽ കൂടി ഉയർന്നു വരാത്ത ഒന്നിനും നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിച്ച് നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ വളരുവാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കുട്ടികളുടെ ആരോഗ്യം, ചിൽഡ്രൻസ് ഹെൽത്ത് അല്ലെങ്കിൽ പീഡിയാട്രിക് ഹെൽത്ത് എന്ന വിഷയത്തെക്കുറിച്ചുള്ളതാണ്. ഈ അവസരത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കൊച്ചുകുട്ടികൾ ഒരു 5നും 12നും ഇടയ്ക്കുള്ള വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കേരളത്തിൽ ഇത്ര അധികം രോഗികൾ വരാൻ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധവാന്മാരായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും കൂടുതൽ ലോകത്തിലേറ്റവും കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊന്നുമല്ല, ലോകത്തിലേറ്റവും കൂടുതൽ ആശുപത്രികൾ ഉള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. നമ്മളെ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ മലയാളികളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടി, പക്ഷേ ആരോഗ്യം ക്ഷയിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുർദൈർഘ്യം ദൈർഘ്യം കൂടിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരുന്നിൻ്റെ ഉപയോഗത്താലാണ് ആയുർദൈർഘ്യം കൂടി നിൽക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ ഏതാണ്ട് 30% തിന്നു തീർക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങളാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഷോപ്പുകളുള്ളത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ ലബോറട്ടറികളുള്ളത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കേരളത്തിലാണ്. മറ്റ് രോഗങ്ങളായ കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പിത്താശയ രോഗങ്ങൾ, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അതിനേക്കാളും ഏറ്റവും ഉപരി നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രമേഹ രോഗം തുടങ്ങുകയായി. പ്രമേഹ രോഗം ഒരു വ്യക്തിയിൽ കണ്ടു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതുമായിട്ട് മല്ലടിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഈ പ്രമേഹ രോഗം നമ്മൾ വരുവാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണെന്ന് നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക. പ്രമേഹം മാത്രമല്ല, ജീവിതശൈലീജന്യ രോഗങ്ങളായ പ്രമേഹം, പ്രഷർ, അമിതവണ്ണം, മറ്റ് ശ്വാസകോശ, കിഡ്നി, കരൾ രോഗങ്ങളെല്ലാം വരുന്നത് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് കൊച്ചുകുട്ടികളെ നിങ്ങൾ ഓർക്കുക. നമുക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ എന്താണ് ആവശ്യം? നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ ആവശ്യമുള്ള എന്താ? നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. മനസ്സിലായില്ലേ? നമ്മളൊരു രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം വേണം. നമുക്ക് നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല ശീലങ്ങൾ പഠിക്കണം. നല്ല ആരോഗ്യവാനായിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ശീലങ്ങൾ പഠിക്കണം. നല്ല ശീലങ്ങൾ നിങ്ങൾ ക്ലാസ്സിലെ ഇവിടെ നിങ്ങൾ മാഷന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? രാവിലെ എത്ര മണിക്ക് ഏകദേശം ഉണരണം,
ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചൊല്ലണം, അല്ല ചെയ്യണം, ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം, രാവിലെ എപ്പോൾ കുളിക്കണം, രാവിലെ എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ മനുഷ്യന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല നിങ്ങളെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി പാലിക്കണം. അതെല്ലാം ഈ ആരോഗ്യം എങ്ങനെ കാത്ത് സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ചിട്ടക്രമങ്ങളാണ് നിങ്ങളിവിടെ ക്ലാസ്സുകളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ അതുപോലെ ചെയ്താൽ സന്തോഷകരമായ ആരോഗ്യവാന്മാരായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു ആരോഗ്യം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഭാഷയിൽ പറഞ്ഞു തരാം. ലോകാരോഗ്യ സംഘടനയെക്കുറിച്ച് കേട്ടില്ല? ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യം എന്ന പദത്തെ നിർവചിച്ചിരിക്കുന്നത്, അതായത് ഒരു എന്തുണ്ടായാലും അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും, ഒരു നിർവചനം ഉണ്ടാവും. അപ്പോൾ ആരോഗ്യം എന്ന പദത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവും വൈകാരികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ 6 തലങ്ങളിൽ നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ ഒരു വ്യക്തി ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വേൾഡ് ഓർഗനൈസേഷൻ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് എസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ, നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫെമിറ്റി. അതായത് ഒരു രോഗമില്ലായ്മയുടെയോ ഒരു ബലഹീനതയില്ലായ്മയുടെയോ കുറവല്ല ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റ് 6 തലങ്ങൾ കൂടി നമ്മൾ ആരോഗ്യവാനായിരുന്നാലേ ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയും. അതാണ് പറഞ്ഞു വന്നത്. അപ്പം നമ്മൾ അങ്ങനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി പറഞ്ഞു ശാരീരിക ആരോഗ്യം. ശാരീരിക ആരോഗ്യം നമുക്ക് എങ്ങനെ നല്ല ശാരീരിക ആരോഗ്യം കൈവരിക്കാം? നല്ല ശാരീരിക ആരോഗ്യം കൈവരിക്കണമെങ്കിൽ ഒന്നാമതായി അതിനകത്ത് വരുന്നത് നമ്മുടെ ഭക്ഷണക്രമങ്ങളാണ്. ഭക്ഷണക്രമങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുമാണ് അതിലൊന്നാമതായി വരുന്നത്. നമ്മൾ ഇന്നിപ്പം നമുക്ക് എല്ലാത്തരം ഫുഡുകളും, അതായത് ലോകത്ത് എല്ലാത്തരം കൺട്രീസിലും ഉണ്ടാക്കുന്ന ഫുഡുകൾ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. ചൈനീസ് വിഭവങ്ങൾ കിട്ടും, അറേബ്യൻ വിഭവങ്ങൾ കിട്ടും, ജപ്പാൻ വിഭവങ്ങൾ കിട്ടും, ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഈ അറേബ്യൻ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുക. അറേബ്യൻ ഭക്ഷണങ്ങളും ചൈനീസ് ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറേബ്യൻ ഭക്ഷണങ്ങൾ അത് അവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തുകാർ നിർമ്മിച്ച ഭക്ഷണങ്ങളാണ്. അതായത് ഈ നമ്മുടെ കാലാവസ്ഥയല്ല അറേബ്യൻ നാടുകളിൽ, അതുപോലെ തന്നെ ചൈനയിലെ കാലാവസ്ഥയല്ല നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങളും അത് ഓരോ കാലാവസ്ഥ, ഓരോ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഭക്ഷണക്രമങ്ങളും ആഹാര രീതികളും മറ്റ് ചികിത്സാ രീതികളും വസ്ത്രധാരണങ്ങളും പ്രത്യേകമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആചാര്യന്മാർ തന്നെ വേദങ്ങളിലും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അച്ഛനമ്മമാരോട് കഴിയുന്നതും കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നോ ഭക്ഷണം വാങ്ങിക്കാൻ പറയരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കടകളിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് മായങ്ങൾ ചേർന്നിരിക്കാം. അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാക്കും. അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. അത് കഴിച്ചാൽ പ്രത്യേക രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ശരീരം നല്ല ആരോഗ്യത്തോടെ കാത്ത് സംരക്ഷിക്കാൻ കഴിയും. പിന്നെ ആരോഗ്യം നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മധുരം കൂടിയ ആഹാരങ്ങൾ കഴിയുന്നതും കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഉപ്പിലിട്ട ആഹാരങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ വറുത്ത പലഹാരങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക.
ബേക്കറി ആഹാരങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക. കേക്ക്, ലഡു, ജിലേബി, അങ്ങനെ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുക. കാരണം ഇന്ന് ഇവിടെ ഈ പ്രമേഹ രോഗം കേരളത്തിൽ കൂടാൻ ഏറ്റവും അധികം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കറി ആഹാരങ്ങളുടെയും മധുരം കൂടിയ ആഹാരങ്ങളുടെയും നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പ്രമേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. 2, പിന്നെ നമ്മൾ മധുരം കൂടിയതും ഞാൻ പറഞ്ഞു, മധുരം കൂടിയതും ഉപ്പ് കൂടിയതുമായ ഭക്ഷണങ്ങൾ തീരെ കുറച്ച് കഴിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആവിയിൽ പുഴുങ്ങിയതും ചുട്ടെടുത്തതുമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അതിനാണ് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. 2, വ്യായാമം. ആഹാരം ഞാൻ പറഞ്ഞു. 2, വ്യായാമം. നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. മിനിമം 1 മണിക്കൂറെങ്കിലും. അത് നമുക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ ചെയ്യാം. യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. കായിക രംഗങ്ങളിൽ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. കലയാണെങ്കിൽ നൃത്തം, നീന്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നെ ആയോധന കലകൾ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. മറ്റ് ധാരാളം ഇതുണ്ട്. ഓട്ടം, ചാട്ടം, അങ്ങനെയുള്ള ഒരുപാട് വിനോദങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ ഏർപ്പെട്ട് നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജം അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മൾ കൂടുതൽ ആരോഗ്യവാനായിത്തീരും. പിന്നെ വരുന്നത് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ഒരു 6-8 ഗ്ലാസ്, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 6-8 ഗ്ലാസ് വെള്ളം എങ്ങനെ ഡെയിലി കഴിക്കണം. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മലമൂത്ര വിസർജനത്തിലൂടെയും വിയർപ്പിലൂടെയുമാണ് പുറത്തു പോകുന്നത്. അപ്പം വിയർപ്പിലൂടെ വിസർജിക്കപ്പെടുന്ന ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അത് വിയർപ്പ് കൂടുതൽ ശരീരത്തിലുണ്ടാകണമെങ്കിൽ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കണം. പിന്നെ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഇലക്കറികൾ, മുട്ട, മാംസം എന്നിവയാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മുട്ട, മാംസം മുതലായവയാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അത് നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ പറയുന്നത് ഈ ജങ്ക് ഫുഡ് ഐറ്റംസും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ജങ്ക് ഫുഡ് ഐറ്റംസിൽ വരുന്നത് ഈ ബിസ്ക്കറ്റ് ഉൾപ്പെടെ ജങ്ക് ഫുഡ് ഐറ്റംസിൽ വരും. അതായത് ഈ പാക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ജങ്ക് ഫുഡ് ഐറ്റംസ് പെടുന്നത്. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഭക്ഷണങ്ങളെയാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരികമായ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹൈജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തി കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. ദിവസം 2 നേരം കുളിക്കുക, 2 നേരം പല്ല് തേക്കുക, കൈകാലുകൾ വൃത്തിയായി കഴുകുക, കുളിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ബാത്റൂമിൽ പോയതിനു ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുക. അത്രയൊക്കെയാണ് നമ്മുടെ ഹൈജീനിക്കായിട്ട് വരുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ പഠിക്കാനിരുന്നു. നമ്മൾ പഠനത്തെക്കുറിച്ചും നമ്മൾ ഒരു ദിവസത്തെ ജീവിതചര്യകളെക്കുറിച്ചും നമ്മൾ ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു ടൈം ടേബിളാക്കി നമ്മൾ മറക്കാതെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പാലിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ രാവിലെ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾ രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റു. നിങ്ങളോട് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടില്ലേ, ഉത്തിഷ്ഠേ ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് ഉണരുക. ബ്രഹ്മമുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് 48 മിനിറ്റ് മുമ്പ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ആ സമയത്ത് ഉണരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു 6 മണിക്ക് മുമ്പ് നിങ്ങൾ ഉണരുക. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയാറുണ്ട്, പെൺകുട്ടികളാണെങ്കിൽ അമ്മയെ സഹായിക്കാം, അടുക്കളയെ സഹായിക്കാം, അല്ലെങ്കിൽ മുറ്റമടിക്കാം. ആൺകുട്ടികൾക്കും ഇതൊക്കെ ചെയ്തെന്ന് ഓർത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സുഖം കിട്ടുന്ന, അതായത് നമ്മൾ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിക്കാം. ഇതെല്ലാം നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ കുളിച്ച് വൃത്തിയായി പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് നല്ല മനസ്സോടുകൂടി നിങ്ങൾ സ്കൂളിലേക്ക് പോയി ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി അങ്ങനെ നിങ്ങൾ നല്ല ജീവിതത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് ഈ ദിവസത്തിൽ പറയാനുള്ളത്. പിന്നെ വരുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു അനുകൂലമായ പോസിറ്റീവ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ
ഇപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴോ എന്തെങ്കിലും കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ അച്ഛനമാരോട് പറഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മനസ്സിൽ കൊണ്ടു നടക്കരുത്. കൊച്ചുകുട്ടികളായതുകൊണ്ട് അത് മനസ്സിൽ കൊണ്ടു കിടന്നാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ചില ദുർചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അത് എന്ത് സംഭവം ഉണ്ടായാലും നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരുമായി ഷെയർ ചെയ്യുക. അത് നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. പിന്നെ ഉറക്കം. ഇപ്പം നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് സാധാരണ ഒരു 6 to 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടിക്ക് 6 to 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. അത് കൃത്യമായി ഉറങ്ങിയിരിക്കണം. പിന്നെ അവോയ്ഡ് സ്ക്രീൻ ടൈം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരിതാണ് കമ്പ്യൂട്ടർ, TV, മൊബൈൽ ഫോൺ. അതിലേറ്റവും കൂടുതൽ കുട്ടികൾ സമയം കളയുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പോൾ സ്ക്രീൻ ടൈം എത്രയോ കുറയ്ക്കണം. കാരണം നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ആവശ്യമില്ലാത്തതൊന്നും കണ്ടിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാൽ സ്ക്രീൻ ടൈം ഏറ്റവും കുറയ്ക്കുക. ഒരു മണിക്കൂർ താഴെയാക്കി സ്ക്രീൻ ടൈം കുറച്ചിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ വായിക്കാൻ ഉപയോഗിക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് വായനാശീലം. നമ്മൾ വായിച്ചാലേ, നല്ല പുസ്തകങ്ങൾ വായിച്ചാലേ അത് നമ്മുടെ മനസ്സിൽ നിൽക്കൂ. നമ്മൾ മൊബൈലിലോ TVയിലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു കേട്ടു അതപ്പം തന്നെ നമ്മൾ മറന്നു പോകും. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിൽ അത് നിൽക്കും. നമുക്കത് റീകളക്റ്റ് വീണ്ടും അത് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വായനാശീലം വളർത്തുക. വായനാശീലം വളർത്തുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നല്ല നല്ല കവികളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നല്ല നല്ല കവികളുണ്ടായിരുന്നു. കവിത്രയങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാൻ, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതാണ് കവിത്രയങ്ങൾ. അവരെഴുതിയ നല്ല നല്ല പുസ്തകങ്ങൾ വേറെ ONV, തകഴി ശിവശങ്കരപ്പിള്ള, അങ്ങനെ ഒരുപാട് എഴുത്തുകാരോടാണ് നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിന് വേണ്ടി, നമ്മുടെ കൈരളിക്ക് വേണ്ടി ഒരുപാട് സാഹിത്യ സംഭാവനകൾ ചെയ്ത ഒരുപാട് പേരുടെ പേര് നമുക്ക് പറയാൻ കഴിയും. അവരുടെയെല്ലാം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല ലേഖനങ്ങൾ വായിക്കുക, രാവിലെ എല്ലാ നേരവും രാവിലെ തന്നെ പത്രങ്ങൾ കൃത്യമായിട്ട് വായിക്കുക, അങ്ങനെ അറിവ് സമ്പാദിക്കുക. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ലേ IASനും മറ്റേ IPSനും ഒക്കെ സെലക്ഷൻ കിട്ടിയ മലയാളി കുട്ടികളെക്കുറിച്ച്? അപ്പോൾ അങ്ങനെയൊക്കെ ആ സെലക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിന് പരിശ്രമിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിവിൽ സർവീസിന് സെലക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നല്ല ജനറൽ നോളജ് വേണം. നമുക്ക് ജനറൽ നോളജ് വേണമെങ്കിൽ നമ്മൾ വായിക്കുക തന്നെ വേണം. നമ്മൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വായിച്ച് പഠിച്ച് അങ്ങനെയാണ് അതിന് എക്സാം എഴുതിയവർ പാസ്സാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും സുപ്പീരിയർ ആണെന്ന് ചിന്തിക്കണം. പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും സുപ്പീരിയർ ആണെന്ന് ചിന്തിക്കുക. മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങൾ സുപ്പീരിയർ ആണെന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ അഹങ്കാരത്തിലേക്ക് കിടക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ. പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് പഠിക്കും എന്ന് തന്നെ എപ്പോഴും വിചാരിച്ചു. നന്നായിട്ട് പഠിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം വേണം നമുക്ക്. എനിക്ക് നല്ലവണ്ണം പഠിക്കാൻ കഴിയും, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് നല്ല മാർക്ക് മേടിക്കാൻ കഴിയും, എനിക്ക് ടീച്ചറുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും, എനിക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട്, ഒപ്റ്റിമിസ്റ്റിക്കായിട്ട്, ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിച്ചാൽ നമുക്ക് തീർച്ചയായും ജീവിത വിജയത്തിലേക്ക് കിടക്കാൻ സാധിക്കും. നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാലേ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുക. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. വിദ്യ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം, നല്ല ഡിഗ്രികളോ അല്ലെങ്കിൽ നല്ല കോഴ്സോ കഴിഞ്ഞാലേ നമുക്കൊരു നല്ല ജോലി കിട്ടൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോ മറ്റുള്ളവരെ പോലെ കൂലിപ്പണി ചെറിയ കാര്യമൊന്നും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കൂലിപ്പണിക്കാരായി. എൻ്റെ അച്ഛനമ്മമാരെല്ലാം കൂലിപ്പണിക്കാരാണ്. അതുപോലെ തന്നെ നമ്മളും അങ്ങനെ ആണെന്നിപ്പം ഞങ്ങൾ 4 മക്കളും പഠിച്ച് നന്നായി. ഞങ്ങൾ 4 പേർക്കും, ഞാൻ ഡോക്ടറായി, അനിയൻ എഞ്ചിനീയറായി, മറ്റു പെങ്ങന്മാർ നേഴ്സുമാരായി. അവരെല്ലാവരും അങ്ങനെ ഓരോരോ രംഗങ്ങളിൽ. അത് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങൾ, അവർ പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ
പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതായിരിക്കണം നിങ്ങളുടെ എയിം, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വലിയ വലിയ ആൾക്കാരാകുന്നത്. ഓരോരുത്തരും നമ്മളിപ്പോൾ ഒരു എക്സാമിനും തോറ്റുപോയിന്നോർത്തോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞോ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചീത്തയാകുന്നില്ല. ഈ സാധാരണ പറയുന്ന പോലെ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ മുന്നേറാൻ. അപ്പം നമ്മൾ നല്ലവണ്ണം പഠിക്കുക, നല്ലവണ്ണം വായിക്കുക, നല്ലവണ്ണം അറിവ് സമ്പാദിക്കുക. ഇതെല്ലാം നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. വളർച്ചയുടെ ഘട്ടങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളാണ് നിങ്ങളുടെ? ഒന്ന് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു കൗമാരപ്രായത്തിൽ എത്തിയിട്ടില്ല, ഒരു ശൈശവവും ബാല്യകാലത്തിൽ നടക്കുന്ന കുട്ടികളാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ മെഴുകു പോലെയാണെന്ന് പറയാം. മെഴുകു പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകർക്കും നിങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങളെ മെനഞ്ഞെടുക്കാം. അതായത് അതുപോലെ ഇപ്പോൾ ടീച്ചർ പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ മെനഞ്ഞെടുക്കാമെന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു മാതാപിതാക്കൾ നിങ്ങൾ വളർത്തുന്നെങ്കിൽ അവരുടെ സങ്കല്പങ്ങളനുസരിച്ച് നിങ്ങൾക്ക് വളരുവാൻ കഴിയും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ അച്ഛനമ്മമാരുടെ സങ്കല്പത്തിനനുസരിച്ച്, നിങ്ങളുടെ ടീച്ചറുടെ സങ്കല്പത്തിനനുസരിച്ച്, സമൂഹത്തിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങൾ വളരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഡോക്ടറാവണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം അധ്യാപകനായ രാമൻ നമ്പ്യാർ സാറ് ക്ലാസ് ടെസ്റ്റിനൊരു എസ്സേ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് 2 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് ഇന്ന ആളാകണം, എനിക്ക് സാമൂഹ്യ സേവനം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഡോക്ടറാവണം. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആവാൻ കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്ന് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ താൻ പാതി ദൈവം പാതി എന്ന് പറയുക. മനസ്സിലായോ? താൻ പാതി ദൈവം പാതി. നമ്മൾ പാതി ചെയ്താലേ ദൈവം മറ്റ് പാതി നമുക്ക് തരൂ. അപ്പം നമ്മൾ നല്ലവണ്ണം പഠിച്ചാലേ ദൈവം നമ്മളുടെ കൂടെ അനുകൂലമായിട്ട് നിന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൂ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവോയ്ഡ് സ്ക്രീൻ ടൈം, പരമാവധി സമയം കുറയ്ക്കുക. പിന്നെ വരുന്നത്, ഞാൻ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വരുന്നത് ഫിസിക്കൽ, മെൻ്റൽ, മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പഠിക്കുന്ന വിദ്യാലയവും നമ്മുടെ കുടുംബവുമാണ് അതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ നമുക്കതിൽ താങ്ങ് നൽകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ കുട്ടികളുടെ മാനസിക തലങ്ങളിൽ വളരെയധികം വികലത അല്ലെങ്കിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാക്കും. അപ്പോൾ അതെല്ലാം എനിക്ക് മാതാപിതാക്കളിലൂടെ ഇല്ല, മാതാപിതാക്കളിനെ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് കണക്കാക്കിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുണ്ടാകാതെ കുട്ടികളുടെ അടുത്ത് നമ്മൾ വളരെ ലാളിത്യത്തോടു കൂടി അവരോട് പെരുമാറുക. പിന്നെ സ്കൂളിൽ ചെന്നാൽ തന്നെയും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുക, നല്ലവണ്ണം പഠിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നല്ല മാനസികാരോഗ്യം വളർത്തിയെടുക്കാനുള്ള സംഗതികൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിവികാസത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പം നിങ്ങളീ ക്ലാസ്സിലിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതും ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതും ബുദ്ധിവികാസത്തിന് വേണ്ടിയാണ്. നിങ്ങളിവിടെ പഠിപ്പിക്കുന്ന ഓരോ മന്ത്രങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം നിങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കും. അത് ഒരു മരുന്നിൻ്റെയോ മറ്റൊരു എന്തിൻ്റെയോ ഇതുകൊണ്ട് ബുദ്ധി ഒരിക്കലും വികസിക്കില്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളെല്ലാമാണ് നിങ്ങളുടെ ബുദ്ധിക്ക് വികാസം നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ വിദ്യാഗോപാല മന്ത്രം, സരസ്വതി മന്ത്രം, ഗായത്രി മന്ത്രം, അതൊക്കെ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന മന്ത്രങ്ങളാണ്.
ഗായത്രി മന്ത്രത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗായത്രി മന്ത്രമൊക്കെ ചില നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാകോല മന്ത്രം, സരസ്വതി മന്ത്രം, അതൊക്കെ നല്ല വിദ്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള മന്ത്രങ്ങൾ മാഷന്മാർ പറഞ്ഞ പോലെ എല്ലാവരും രാവിലെ എണീറ്റ് നേരത്തെ ഉണർന്ന് കുളിച്ച് വൃത്തിയായി എല്ലാവരും ചെല്ലാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ സാമൂഹ്യമായി നിങ്ങൾ കൊച്ചു കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടെന്ന് നിങ്ങൾ കണക്കാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു സ്കൂളിലെ ഒരൊറ്റ കുട്ടി ചീത്തയായാൽ മതി, ഒരു ഒറ്റ കുട്ടി ഏതെങ്കിലും കാരണത്താൽ, ഒരു മയക്കുമരുന്നിൻ്റെ കാരണത്താൽ ആ കുട്ടിയെ പിടിക്കൽപ്പെട്ടാൽ മതി, ആ സ്കൂള് ഒന്നിച്ച് ആ സ്കൂൾ ചീത്ത സ്കൂളാണെന്ന് നാട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാർ പറയും. അപ്പം നിങ്ങൾ അതിനൊന്നും ഇടവരുത്താതെ ഞാൻ പഠിക്കുന്ന സ്കൂള് ഏറ്റവും നല്ല സ്കൂളും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനാണ് ചിന്തിച്ച് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് ചിന്തിച്ചും നിങ്ങൾ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബൗദ്ധിക അല്ലെങ്കിൽ വൈകാരിക തലങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് സന്തോഷമോ അല്ലെങ്കിൽ സഹതാപമോ മറ്റെന്ത് വികാരങ്ങൾ തോന്നിയാലും അത് നിങ്ങളുടെ അച്ഛനമ്മമാരുമായും നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുത്. കാരണം ഇന്ന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിലൊരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, സ്കൂളിൽ പ്രശ്നം ഉണ്ടായി, തീർച്ചയായും നിങ്ങൾ അച്ഛനമ്മമാരോട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ഒരു കുട്ടി എന്തെങ്കിലും കാരണത്താൽ ആ കുട്ടി എന്തെങ്കിലും ചീത്തയാണെന്ന് തോന്നിയാൽ ഒരു കാരണവശാലും ആ കുട്ടിയോട് കൂടുതൽ കൂട്ടുപിടിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അപകടത്തിലേക്ക് തന്നെ പോകും. കാരണം ഈ കുടുംബത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഈ മയക്കുമരുന്നിനും ലഹരിക്കും എല്ലാം അടിമയാകുന്നത്. അത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു എങ്കിൽ തന്നെയും അവരുടെ പിന്നോട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ അവർക്ക് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കുട്ടികളുമായി കൂട്ടുപിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അപ്പോൾ അവരെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവരെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇപ്പം ഒരു കൂട്ടുകാരൻ ഇവിടെ സ്കൂളിൻ്റെ പുറകിൽ ബാത്റൂമിൻ്റെ അടുത്ത് സിഗരറ്റ് വലിക്കുന്ന കണ്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്ന് വായുന്ന കണ്ടു. അന്നേരം അവരോട് പറയുക, എടാ സുരേഷ്, അല്ലെങ്കിൽ എടാ പേര് വിളിച്ച് പറയുക, മോനെ ഇത് നമുക്ക് പറ്റിയതല്ല, നമ്മുടെ ജീവിതം നശിപ്പിക്കും, ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത്. നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി പറയുക. വീട്ടിൽ പോയി പറഞ്ഞ് ഇന്ന് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിന് വേണ്ട ഡോക്ടർമാരുണ്ട്, അവർക്ക് വേണ്ട സൈക്കോതെറാപ്പി കൗൺസിലിംഗ് കൊടുക്കാനുള്ള ധാരാളം സ്ഥാപനങ്ങളൊന്നും ഇവിടെയുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഞങ്ങൾ സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിഷമം തോന്നിയാലും നിങ്ങൾ ടീച്ചർമാരോടോ രക്ഷിതാക്കളോടോ തുറന്നു പറയുക. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളും സ്കൂളുകളിലും മറ്റുമെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ലൊരു കുട്ടിയായി മാറാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് ആത്മീയ തലത്തിലേക്കുള്ളതാണ്. ആത്മീയ തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റു, നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അച്ഛനമ്മമാരെ സഹായിച്ചു. നമ്മളിപ്പോൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമുക്ക് അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ സഹായിക്കാം. നമ്മൾ നല്ല കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വീട് ഞാൻ രാവിലെ എല്ലാം വൃത്തിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നല്ല കാര്യമാണ്. എനിക്കത് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട് ഞാൻ രാവിലെ 4 മണി 4:30 എണീക്കും. എൻ്റെ വീട്ടിലെ മുറ്റമെല്ലാം ഞാൻ വൃത്തിയായിട്ട് അടിച്ച് വൃത്തിയാക്കി എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ പറക്കി മാറ്റി എല്ലാം വൃത്തിയാക്കി, അതെൻ്റെ ഒരു സ്വഭാവമാണത്. പിന്നെ എൻ്റെ ചെടികൾ സംരക്ഷിക്കുക. എൻ്റെ വീട്ടിൽ ധാരാളം ചെടികളുണ്ട്, നല്ല പൂവുണ്ടാവുന്ന ചെടികൾ. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെടികൾ വെച്ചിട്ടില്ല, ഒരു റോസാ ചെടി കൊണ്ട് നട്ട് നോക്കൂ. ആ റോസാ ചെടിക്ക് വെള്ളമൊഴിച്ചു, വളമിട്ടു, അതിനകത്തൊരു പുഷ്പം ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളൊരു പയറുമണി ഇട്ടു, ആ പയറുമണിയിൽ ഒരു പയറുണ്ടാവണ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ അതിൽ നിന്നിട്ട് സന്തോഷം നമുക്ക് മനസ്സിന് ഒരുപാട് സുഖം തരുന്നതാണ്. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിച്ചു, അതിൽ കിട്ടുന്ന അറിവ് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ചെയ്തിരിക്കണം. അല്ലാതെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ
പൂർണ്ണമായും അത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു അതാണ് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോഴും ക്രിയേറ്റീവ് ആണെന്ന് പറയുക. പിന്നെ എനിക്ക് ആത്മീയതയെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാരോട്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പോകാൻ കഴിയാത്ത കുട്ടികളാണ്, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ദേവാലയത്തിൽ പോകണം എന്ന് ഞാൻ പറയാറുള്ളത്. ഞാൻ കുട്ടികളോട് അങ്ങനെ പറയാറുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ദേവാലയത്തിൽ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവാലയത്തിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, അനുകൂലോർജം കിട്ടുന്ന സ്ഥലമാണ് ദേവാലയം. അവിടെ നടക്കുന്ന ദേവാലയത്തിൽ പോവുക എന്നുള്ളത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭൂതി പകരുന്ന ഒന്നാണെന്ന് പറയുക. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭൂതി പകരുന്ന ഒന്നാണെന്ന് പറയുക. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ. ഇപ്പം കണ്ണിനാനന്ദം, അവിടെ ആ ഭഗവത് സ്വരൂപം, ശ്രീകോവിലിനുള്ളിരിക്കുന്ന ഭഗവത് സ്വരൂപത്തിൻ്റെ ദർശനം, അത് കണ്ണിനാനന്ദം. മൂക്കിന് അവിടെ ജ്വലിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ കത്തിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം, അത് മൂക്കിനാനന്ദം. അവിടെ നിന്ന് തരുന്ന പ്രസാദം, അത് നാക്കിന് ആനന്ദം. അവിടെ നിന്നും കേൾക്കുന്ന മണിനാദങ്ങൾ, മന്ത്രനാദങ്ങൾ, താളമേളങ്ങൾ, അത് കർണത്തിന് ആനന്ദം. അങ്ങനെ എല്ലാം കൂടി വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലമാണ് അമ്പലങ്ങൾ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ടും അമ്പലത്തിൽ പോയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ഏതെങ്കിലും പുസ്തകം, അതായത് വായിക്കണം. ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം അതുപോലെയുള്ള പുസ്തകങ്ങൾ. നിങ്ങൾ നല്ല കീർത്തനങ്ങൾ പഠിച്ചിരിക്കണം. നല്ലവണ്ണം പാട്ട് പാടാൻ പഠിച്ചിരിക്കണം. ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ രാവിലെയും ഇന്നലെ 10 മിനിറ്റ് സമയം അതിനെങ്കിലും ചിലവഴിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കണം ഞാൻ പറയുക. കാരണം പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം നല്ലവണ്ണം നമ്മൾ എന്നോട് ഒരുപാട് കുട്ടികളും പേരൻസും വന്ന് പറയാറുള്ളതാണ്, എൻ്റെ ഡോക്ടറെ ഇവൻ നല്ലവണ്ണം സമയമെടുത്ത് പഠിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് പോയി എഴുതാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വേറെ ഏതോ ലോകത്തായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച് അത് ബ്രെയിനിൽ സേവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അമ്പലത്തിൽ പോകുന്നത് നമ്മൾ ദൈവത്തോട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ അമ്പലത്തിൽ പോകണം. അതുപോലെ തന്നെ നമ്മൾ അച്ഛനമ്മമാരെ അനുസരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഹാരത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കണം. നമ്മൾ നല്ല കുട്ടികളായി വളരാൻ ശ്രമിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് രണ്ടൊന്ന് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഒരു 1 to 5 വയസ്സ് വരെ കുട്ടിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ മതി. ശരിക്കും 5 to 15 വയസ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ എനിക്ക് വേണ്ട ബുദ്ധിയും ശക്തിയും തന്നേക്കണേ, വേണ്ടപ്പോൾ വേണ്ടത് പറയാനും വേണ്ടപ്പോൾ വേണ്ടി ചെയ്യാനുള്ള വാക്ചാതുര്യവും സാമർഥ്യവും തന്നേക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ നല്ലവണ്ണം പഠിച്ച് ഒരു ജോലിയെ കിട്ടി എനിക്ക് നല്ലവണ്ണം ജീവിക്കാൻ കഴിയണേ, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടിയണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹീമേ തവ സാന്നിധ്യം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അതായത് എനിക്ക് നല്ല മരണം തരണമേ, എനിക്ക് മറ്റുള്ളവരുടെ ആശ്രയം കൂടെ ജീവിക്കാൻ സാധിക്കണമേ, മനസ്സമയത്ത് ഭഗവാന്റെ ദർശനം തരണമേ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.